ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന നാളിൽ നാം അറിയേണ്ടുന്നതായ ചില വസ്തുതകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായുവിലും നടന്നു പോകുന്ന വഴികളിലും സംസാരിക്കുന്ന ഭാഷയിലും എഴുതുന്ന അക്ഷരങ്ങളിലും പതിഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. പക്ഷേ 1947 ആഗസ്റ്റ് 15 വരെ ഈ സ്വാതന്ത്ര്യം സ്വപ്നം മാത്രമായിരുന്നു. നമ്മളെല്ലാവരും അറിയുന്ന മഹാത്മാഗാന്ധി, നെഹ്റു, പട്ടാഭി, സീതാരാമയ്യർ എന്നിവരുടെ പേരുകൾ പോലെ ക്രിസ്ത്യാനികളായ അനവധി ദേശസ്നേഹികളും സ്വാതന്ത്ര്യത്തിന്റെ തീപ്പൊരി വളർത്തിയിരുന്നു. ഒന്നാമതായിട്ട് അതിന്റെ ചരിത്രത്തിന്റെ തിരശീല തുറക്കുമ്പോൾ 1800കളുടെ അവസാന കാലം ഇന്ത്യയിലെ ദേശീയ ബോധം ശബ്ദമില്ലാതെ വളരുന്ന ഒരു വിത്ത് പോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ക്രിസ്ത്യാനികൾ അത് നൽകിത്തന്ന മിഷണറിമാർ, അധ്യാപകർ, പത്രപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ രാജ്യത്തിന്റെ ഭാവി അവരുടെ മനസ്സിൽ ഉയർന്നു നിന്നു. ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷന്റെ 1878 മതത്തിന്റെ അതിരുകൾ കടന്ന് സ്വാതന്ത്ര്യവും സാമൂഹ്യ പരിഷ്കാരവും ആവശ്യപ്പെട്ട വേദി. 1887 കോൺഗ്രസ് സമ്മേളനത്തിൽ 35 ക്രിസ്ത്യാനികൾ പ്രതിനിധികൾ ആയി അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു ജനപ്രാതിനിധ്യം നൽകുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ചവരിൽ ചിലരെയെങ്കിലും നമ്മൾ അറിയണം. കാളിചരൺ ബാനർജി എന്ന ബംഗാളി ബ്രാഹ്മണ ക്രിസ്ത്യൻ കോൺഗ്രസ് വേദികളിൽ ദേശീയതയുടെ തീ കത്തിച്ച വാഗ്മിയായി. കാളിചരൺ ബാനർജി 19ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കവും ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ നേതാവായിരുന്നു. അദ്ദേഹം രാഷ്ട്രവാദത്തിന്റെ ആദ്യ ക്രൈസ്തവ ക്രിസ്ത്യൻ നാഷണലിസം ശബ്ദങ്ങളായി ഒരാളായി കാണപ്പെടുന്നു. 1847 ബംഗാളിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹം പഠിച്ചതാകട്ടെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജ് കൊൽക്കത്തയിലാണ്. അദ്ദേഹത്തിന്റെ തൊഴിൽ അഭിഭാഷകനായിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അദ്ദേഹം തുടർന്നു. പ്രധാന സംഭാവനകൾ: ഒന്നാമതായി ഇന്ത്യൻ ക്രിസ്ത്യൻ ദേശീയവാദി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ദേശസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന ധാരണയ്ക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. ക്രിസ്ത്യാനികളും ഇന്ത്യയുടെ പുത്രന്മാരാണ്, അവർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. രണ്ടാമതായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനങ്ങൾ അദ്ദേഹം പങ്കെടുത്തു. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസ് വേദികൾ സംസാരിച്ച ആദ്യ നേതാക്കളിൽ ഒരുവനായിരുന്നു കാളിചരൺ ബാനർജി എന്ന് പറയുന്നതായ ബംഗാളിലെ ബ്രാഹ്മൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള അദ്ദേഹം. ഇവിടെ RB ബാബു സാറും ശശികല ടീച്ചറും ഒക്കെ പറയുന്നത് പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ മാത്രമേ ക്രിസ്തീയ പ്രവർത്തകർ പോകുന്നുള്ളൂ. അല്ല സാറേ, അല്ല ടീച്ചറെ, അല്ലാത്തവരുടെ ഇടയിലും സമൂഹത്തിൽ ഉന്നത ശൃംഖലയിൽ നിന്ന് ആളുകൾ പോലും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരുന്നു എന്നും കൂടെ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മൂന്നാമതായിട്ട് ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷൻ സ്ഥാപകനായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. 1878 കൊൽക്കത്ത ക്രിസ്തോ സമാജ് അദ്ദേഹം സ്ഥാപിച്ചു. ക്രിസ്ത്യാനികൾക്ക് സാമൂഹ്യ, വിദ്യാഭ്യാസ, രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് ഇത് ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷനായി വളരുകയുണ്ടായി. നാലാമതായിട്ട് വിദ്യാഭ്യാസ രംഗത്തും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അഞ്ചാമതായിട്ട് സ്വാതന്ത്ര്യവും രാഷ്ട്രീയ അവകാശങ്ങളും ഭരണത്തിൽ ഇന്ത്യൻ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന ബ്രിട്ടീഷ് സർക്കാരിനോട് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടു. മതഭേദമില്ലാതെ എല്ലാവരും രാഷ്ട്രീയത്തിൽ പങ്കെടുക്കണമെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. കാളിചരൺ ബാനർജി ക്രിസ്ത്യാനികൾക്കും ദേശീയ പ്രസ്ഥാനത്തിനുമിടയിലെ ഒരു പാലമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ക്രിസ്ത്യാനികളെ ബ്രിട്ടീഷിന്റെ അനുയായികൾ എന്ന മുദ്രയിൽ നിന്ന് മാറ്റി ദേശസ്നേഹികൾ എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ജോർജ് ജോസഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം. കേരളത്തിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ. വൈക്കം സത്യാഗ്രഹവും അതേപോലെ ഹോം റൂൾ പ്രസ്ഥാനത്തിലും വളരെയധികം പങ്കാളിത്തം വഹിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമതായിട്ട് നമുക്ക് ടൈറ്റസ് ജിയെ കുറിച്ച് ചിന്തിക്കാം. മഹാത്മാഗാന്ധിയുടെ ഡാൻഡി മാർച്ചിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യാനിയാണ് ടൈറ്റസ് ജി. ടൈറ്റസ് ജിയുടെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് വള്ളിമായി ടൈറ്റസ് ജി. അദ്ദേഹം ചില സമയത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് ടൈറ്റസ് ജി മഹാരാജ് എന്നാണ്. 1887 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുകയും തുടർന്ന് ബാല്യകാലം മുഴുവൻ അദ്ദേഹം സത്യനിഷ്ഠയോടും ആത്മനിയന്ത്രണത്തോടും കൂടെ വളരെ മനോഹരമായിട്ട് മിഷൻ സ്കൂളുകളിൽ പഠിക്കുകയും മിഷണറിമാരാൽ പ്രചോദിതനായിക്കൊണ്ട് തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടനായി തീരുകയും ചെയ്തു. സേവാഭാവം തുടങ്ങിയ മൂല്യങ്ങളിൽ അദ്ദേഹം വളരുവാനിടയായി. മിഷണറിമാരുടെ അന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ, സാമൂഹ്യ പരിഷ്കാര പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. ഗാന്ധിജിയുമായുള്ള ബന്ധം 1920കളിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കാനിടയായി. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ അഹിംസ സത്യാഗ്രഹം, നോൺ വയലന്റ് സത്യാഗ്രഹം, സ്വദേശി ഖാദി പ്രസ്ഥാനം, അതേപോലെ തന്നെ സാമൂഹ്യ അപ്ലിപ്മെന്റ് എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി.
നേതാവായി. ടൈറ്റസ് ജി ഖാദി ധരിച്ചു. വിദേശ വസ്ത്രങ്ങളെ പബ്ലിക്കായി പോലും ബഹിഷ്കരിച്ചു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സ്വാതന്ത്ര്യം രാഷ്ട്രീയ വിമോചനം മാത്രമല്ല, മറിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ സ്വയം പര്യാപ്തത കൂടെയാണ് എന്നുള്ളതായിരുന്നു. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. 78 പേരെ ഗാന്ധിജിയോടൊപ്പം 390 കിലോമീറ്റർ നടന്ന് ഡൻഡി കടലോരത്ത് എത്തി ഉപ്പ് നിർമ്മിച്ചതുവഴി ബ്രിട്ടീഷ് ഉപ്പ് നിയമം വെല്ലുവിളിക്കുവാനിടയായി. ടൈറ്റസ് ജി ആയിരുന്നു ഈ ചരിത്രപരമായ യാത്രയിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ ക്രിസ്ത്യാനി. അദ്ദേഹം ക്രിസ്ത്യാനികൾക്കും ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള സമരത്തിൽ തുല്യ പങ്കുണ്ട് എന്ന് ജീവിച്ചുകൊണ്ട് തെളിയിച്ചു. യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം ഖാദി നെയ്തു, ഗ്രാമങ്ങളിലെ ജനങ്ങളുമായി സംസാരിച്ചു, ദേശസ്നേഹ ഗീതങ്ങൾ ആലപിച്ചു. ഡൻഡി സത്യാഗ്രഹത്തിന് ശേഷം ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 15 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം ഖാദി നെയ്യുകയും സഹതടവുകാരെ ഗാന്ധിയൻ മൂല്യങ്ങളിൽ അഭിരമിപ്പിക്കുകയും ചെയ്തു. മതേതര ദേശീയതയുടെ പ്രതീകം ടൈറ്റസ് ജി രാഷ്ട്രീയത്തിൽ മതഭേദമില്ലാതായിരിക്കണം എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നു. ഗാന്ധിജിയുടെ സർവധർമ്മ സമഭാവ, ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻസ് ആശയം അദ്ദേഹം ക്രിസ്തീയ ഉപദേശങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശമാണെന്ന സന്ദേശം നൽകി. സാമൂഹ്യ അപ്ലിപ്മെന്റ് പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ടൈറ്റസ് ജി ഗ്രാമവികസനത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രവർത്തിച്ചു. ഖാദി പ്രചാരണം തുടരുകയും ചെയ്തു. ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യമൊരുക്കി. ദരിദ്രർക്കായി ആരോഗ്യ ബോധവൽക്കരണം പരിപാടികൾ നടത്തുകയുണ്ടായി. പാരമ്പര്യവും അംഗീകാരവും അദ്ദേഹത്തെ ഗാന്ധിജിയുടെ ക്രിസ്ത്യൻ സഹയാത്രികൻ അഥവാ ഗാന്ധിസ് ക്രിസ്ത്യൻ കമ്പാനിയൻ എന്ന് പോലും വിശേഷിപ്പിക്കുന്നു. 1971 അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മതേതര ഐക്യത്തിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ ഇടം തേടി എന്ന് മാത്രമല്ല, ടൈറ്റസ് ജിയുടെ ദേശീയ പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ ഖാദി പ്രചാരകൻ, ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യം പഠിപ്പിച്ചു, ഡൻഡി സത്യാഗ്രഹത്തിൽ പങ്കാളിത്തം നൽകി, ബ്രിട്ടീഷ് നിയമത്തെ സമാധാനപരമായി വെല്ലുവിളിച്ച ചരിത്ര നടപ്പിൽ പങ്കെടുത്ത ക്രിസ്ത്യാനി, മതേതര സഹജീവിതം, മതഭേദമില്ലാതെ ദേശസ്നേഹം പ്രകടിപ്പിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ മോഡിജി നിരോധിച്ചതായിട്ടുള്ള 500 രൂപ നോട്ടിൽ ഡൻഡി യാത്രയിൽ ടൈറ്റസ് ജിയുടെ ഫോട്ടോയും നമുക്ക് കാണാമായിരുന്നു. അടുത്തായിട്ട് ജോസഫ് ബാപ്റ്റിസ്റ്റ 1864 മാർച്ച് 17 മസ്ഗാവ എന്ന് പറയുന്ന മുംബൈയിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രദേശങ്ങളിൽ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ബാലഗംഗാധര തിലക് എന്ന് പറയുന്ന തന്റെ സഹപ്രവർത്തകനോടൊപ്പം ദീർഘനാളുകളിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനിടയായി. 1916 ആനി ബെസന്റിനൊപ്പം സ്ഥാപിച്ച ഇന്ത്യൻ ഹോം റൂൾ ലീഗിന്റെ ആദ്യ പ്രസിഡന്റായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുകയുണ്ടായി. 1925 മുതൽ 1926 വരെയുള്ള കാലഘട്ടത്തിൽ ബോംബെ നഗരസഭയുടെ മേയർ ആയിരുന്നു. സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന വാചകം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് അദ്ദേഹമായിരുന്നു. ജോസഫ് ബാപ്റ്റിസ്റ്റ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇത് പിന്നീട് തിലകൻ വളരെ പ്രശസ്തമാക്കി. അഭിഭാഷകനായിരുന്ന അദ്ദേഹം വിനായക് ദാമോദർ സാവർക്കർ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ കോടതിയിൽ പ്രതിരോധിക്കുകയും സർവാർക്കറിന്റെ ഹിംസാത്മക പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്തു പോന്നിരുന്നു. ANTUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ 1924 രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതിന്റെ ചുമതലയിലുമായിരുന്നു. ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷകളും ചർച്ചകളും, നിസ്സഹകരണ പ്രസ്ഥാനം 1920 മുതൽ 22 വരെ, സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം 1930 മുതലായ കാര്യങ്ങളിലും, അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 ഉടൻ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജോസഫ് ബാപ്റ്റിസ്റ്റ വളരെയധികം പ്രയത്നിച്ചു. 1947 സ്വാതന്ത്ര്യം കാണാൻ കഴിയാതെ പോയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായകമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹോം റൂൾ ലീഗ് മുഖേന പൊതുജനങ്ങളെ ദേശീയ ലക്ഷ്യത്തിലേക്ക് കൂട്ടിച്ചേർത്ത് നഗരസഭാ ഭരണത്തിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും നേതൃത്വം നൽകി എന്നുള്ളത് നാം മറന്നു പോകരുത്. അടുത്തായിട്ട് നമ്മള് സ്ത്രീകളെ കുറിച്ചും കൂടെ ചിന്തിക്കേണ്ടത് അനിവാര്യമായിരിക്കും. സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിന്റെ ജോഹനാസ് ഓഫ് ആർക്കുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിൽ പ്രധാനി അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലെ ജോഹനാസ് ഓഫ് ആർക്ക് അഥവാ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ സ്ത്രീകളെ നയിച്ച ധീര നായിക അക്കമ്മ ചെറിയാൻ ട്രാവൻകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ പ്രശസ്ത സ്വാതന്ത്ര്യ സമര നായികയാണ് അവർ. അവരുടെ ദേശീയ പ്രസ്ഥാനത്തിലെ പങ്ക് ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തന്നെയാണ്. 1909 കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. കോട്ടയം CMS
കോളേജ് വിദ്യാഭ്യാസം നേടുകയുണ്ടായി. ആദ്യം അധ്യാപികയായി ജോലി ചെയ്തു. പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അവരെ പ്രവേശിച്ചു. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തു. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രധാന നേതാവായിട്ട് മാറി. CK കേശവൻ, PG വർഗീസ് തുടങ്ങിയ നേതാക്കളോടൊപ്പം അവരെ പ്രവർത്തിക്കാനിടയായി. 1938 സ്ത്രീ നേതൃത്വ മാർച്ച് അവരെ നയിക്കുകയുണ്ടായി. കോൺഗ്രസ് നിരോധിച്ചപ്പോൾ നേതാക്കൾ എല്ലാവരും അറസ്റ്റിലായ സമയത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് നയിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിനെ നേരിടാൻ പോലീസ് വെടിവെക്കാൻ തക്കവണ്ണം ഉത്തരവായപ്പോൾ അക്കമ്മ ചെറിയാന്റെ ധൈര്യമായ പ്രസംഗം കാരണം അത് തടയപ്പെട്ടു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ അക്കമ്മ ചെറിയാന്റെ ധൈര്യം കണ്ടിട്ട് അവരെ വിളിച്ചത് ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ പീഡനങ്ങൾ പല പ്രാവശ്യം അവർ അനുഭവിക്കേണ്ടി വന്നു. പലവട്ടം അറസ്റ്റിലായി, ജയിലിൽ തടവ് അനുഭവിച്ചു. പക്ഷേ അവർ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തനം തുടർന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചു. കേരളത്തിലെ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പ്രചോദനം നൽകിയതായ വന്ധ്യ വനിതയാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്ന ധീര വനിത. ധൈര്യം, നേതൃത്വ പാഠവും സ്ത്രീ ശക്തിയുടെ പ്രതീകം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്ത്രീ രത്നമാണ് അക്കമ്മ ചെറിയാൻ എന്ന് മറന്നു പോകരുത്. മറ്റൊരാളുടെ പേര് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതം കൂറിയേക്കും. രാജകുമാരി അമൃത് കൗർ ഗാന്ധിജിയുടെ അനുയായിയാണ്. വനിതാ അവകാശങ്ങളും ആരോഗ്യ രംഗവും മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം അധ്വാനിച്ച വ്യക്തി. രാജകുമാരി അമൃത് കൗർ, പ്രിൻസസ് അമൃത് കൗർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും മഹത്തായ സംഭാവന നൽകിയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു അമൃത്. 1889 ഫെബ്രുവരി 2 ലക്നൌവിൽ കപൂർത്തലയിലെ രാജകുടുംബാംഗമായി ജനിച്ചു. രാജകീയ കുടുംബത്തിൽ ജനിച്ചിട്ടും അവർ ജീവിതം പൊതുജന സേവനത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും സമർപ്പിച്ചു. മാത്രമല്ല, അവർ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് വിളിച്ചറിയിക്കാൻ ഞാൻ രാജ്ഞിയായിരുന്നാൽ പോരാ, ഞാൻ നാട് ഭരിക്കുന്നതിനേക്കാളും ജനഹൃദയങ്ങളിൽ ഭരിക്കണമെന്ന് കൂടെ അവർ പറയുമായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വാതന്ത്ര്യ ബിരുദം കഴിഞ്ഞ അമൃത കൗർ മഹാത്മാഗാന്ധിയുമായി 1919 കൂടിക്കാഴ്ച നടത്തിയതോടെ അവർ അദ്ദേഹത്തിന്റെ ആശയങ്ങളാൽ പ്രചോദിതയായി. 1930കളിൽ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റിൽ പങ്കെടുത്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ശക്തമായി തന്നെ നിൽക്കാൻ ഇടയായിത്തീർന്നു. 1930കളിലും 1940കളിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചു. AICC ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുവാൻ ആ വന്ധ്യ വനിതയ്ക്കിടയായിത്തീർന്നു. മാത്രമല്ല, അവരായിരുന്നു ആദ്യമായിട്ട് ആ പദവിയിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയും. ഖാദി പ്രചാരണം, വനിതാ വിദ്യാഭ്യാസം, സാമൂഹ്യ പരിഷ്കാരം എന്നിവയിൽ സജീവമായി. ബ്രിട്ടീഷ് ഭരണത്തെ തുറന്നു എതിർക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും വിദേശ വ്യാപാര ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിനും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആരോഗ്യമന്ത്രി, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആയിട്ട് 1957 വരെ അവര് സേവനമനുഷ്ഠിച്ചു. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ക്രിസ്തീയ വന്ധ്യ വനിത എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് നമ്മൾ ഇന്ന് അഭിമാനത്തോടുകൂടെ പറയുന്ന ആ എയിംസ് ന്യൂഡൽഹിയിൽ സ്ഥാപിക്കുന്നതിൽ നേതൃത്വം നൽകിയതായിട്ടുള്ള ഒരു വന്ധ്യ വനിതയാണ്. കൂടാതെ ലോകാരോഗ്യ സംഘടനയുടെ WHO ആദ്യ വനിത, ആദ്യ ഇന്ത്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരിയും ആദ്യത്തെ വനിതയുമായിരുന്നു 1950. വനിതാ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ രംഗത്തിനും ജീവിതം സമർപ്പിച്ചു. ബാലവിവാഹം, പുരുഷാധികാരം, അസമത്വം എന്നിവയ്ക്കെതിരെ ശക്തമായ ശബ്ദമായിരുന്നു ഈ അമൃത കൗറിൻ്റെത്. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സഹസ്ഥാപകയും കൂടിയാണ്. 1964 ഫെബ്രുവരി 2 അവര് അന്തരിക്കുമ്പോൾ രാജകുമാരി അമൃത കൗർ സ്വാതന്ത്ര്യ സമര സേനാനിയും വനിതാ വിദ്യാഭ്യാസ ആരോഗ്യ പരിഷ്കർത്താവും സ്വതന്ത്ര ഇന്ത്യയിലെ വനിതാ കേന്ദ്രമന്ത്രിയുമായിരുന്നുവെന്നും രാജകീയ ജീവിതം വിട്ട് ജനങ്ങളുടെ സേവനത്തിനായി തന്റെ ജീവിതം മുഴുവനും സമർപ്പിച്ചുവെന്നും അവരെ കുറിച്ച് ലോകം വിലയിരുത്തുന്നു, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായിട്ട് വയലറ്റ് ആൽവ, ഇന്ത്യയിലെ പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു. 1908 മാംഗ്ലൂരുവിൽ ജനിച്ചു. നിയമത്തിൽ ബിരുദം നേടി മുംബൈയിൽ അഭിഭാഷകയായി പ്രവർത്തിച്ചു.
അവരുടെ ആ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചു. ജോൺ എൽ ആൽവ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു അവരുടെ ഭർത്താവ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിക്കുകയും 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആ സമയത്ത് സജീവ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വരികയുണ്ടായി. ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ അടിച്ചമർത്തലിനെതിരെ പ്രസംഗങ്ങൾ നടത്തുകയും യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടച്ചപ്പോഴും അവിടെ അടങ്ങിക്കിടന്നില്ല. സ്വാതന്ത്ര്യ അനന്തര രാഷ്ട്രീയ ജീവിതം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമായി. 1952 ലോകസഭയിൽ അവരെ പ്രവേശിച്ചു. 1962 രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി നിയമിതയായി. ആ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയും കൂടിയായിരുന്നു ഈ ആൽവ. പാർലമെന്റിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ, സാമൂഹിക നീതി, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് ശക്തമായി അവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു. ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യം സ്ത്രീകൾക്ക് നേതൃത്വം നൽകുവാനുള്ള വഴി തുറന്നു. സാമൂഹ്യ നീതി, ദരിദ്രരുടെ അപ്ലിമെന്റ്, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയ്ക്കായിട്ട് പ്രവർത്തിച്ചു. 1969 അവര് ഈ ലോകത്തിൽ നിന്ന് ജീവിതം വെടിഞ്ഞു. സംഘടനകളുടെ പ്രവർത്തനം. ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് മതസൗഹാർദ്ദവും സ്വരാജ്യവും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണച്ചു. YMCA യുവാക്കളിൽ ദേശസ്നേഹവും സാമൂഹ്യ ഉത്തരവാദിത്വം വളർത്തുന്നതിൽ മുൻപന്തിയിലേക്ക് വന്നു. മതവും ദേശവും കൈകോർത്തപ്പോൾ ക്രിസ്ത്യാനികൾ തെളിയിച്ചത് ദേശസ്നേഹം മതത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്ന സത്യമാണ്. അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊരുതുകയും വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, സാമൂഹിക നീതി എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. യാത്രയ്ക്കിടയിൽ ടൈറ്റസ് ജിയുടെ ഒരു അനുഭവം. 1930 മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ടപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ഒരു ക്രിസ്ത്യാനിയായ യുവാവ് ടൈറ്റസ് ജി എന്നറിയപ്പെട്ടതായിട്ടുള്ള ആ വ്യക്തി മാർച്ചിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ പാദങ്ങളിൽ മുറിവ്, ശരീരം ക്ഷീണിച്ചു, പക്ഷേ മനസ്സിൽ തീപ്പൊരി നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലുകൾ മുറിവേറ്റ് ചോര വാരുമ്പോൾ പറയുകയാണ്, ഉപ്പിനേക്കാൾ വിലപ്പെട്ടത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ കാലുകളല്ല പ്രാധാന്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. അന്ന് മതത്തിന്റെ പേരിലല്ല, രാജ്യത്തിന്റെ പേരിൽ അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി. നമ്മൾ ഇന്ന് പഠിക്കേണ്ടുന്ന ഒരു പാഠമുണ്ട്. ഇന്നത്തെ ഇന്ത്യ മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ചരിത്രം നമ്മോട് പറയുന്നു, സ്വാതന്ത്ര്യം നേടിയത് ഒരുമിച്ച് നിന്നപ്പോൾ മാത്രമാണ്. അത് നിലനിർത്തുന്നതും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കൂ. സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ ക്രിസ്ത്യാനികളുടെ സംഭാവനകൾ പലപ്പോഴും മാഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ അവരുടെ രക്തം, വിയർപ്പ്, പ്രാർത്ഥനകൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറയാണ്. ഇന്ന് അവരുടെ പേരുകൾ ഓർക്കുമ്പോൾ അത് വെറും നന്ദി പ്രകടനം മാത്രമല്ല, അതൊരു വാഗ്ദാനമാണ്. മതത്തിനും അപ്പുറം ദേശത്തിനായി ജീവിക്കും എന്ന വാഗ്ദാനം. അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരന്മാരാകുന്നു എന്നുള്ള ആ ദൃഢപ്രതിജ്ഞ എടുക്കുവാൻ ഈ സ്വാതന്ത്ര്യ നാളിൽ നമുക്കിടയാകട്ടെ. അത് ഹൃദയത്തിൽ മാംസള പലകളിൽ നമുക്ക് എഴുതി വെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.